തലസ്ഥാനത്തെ പ്രതിഷേധം അതിൽ വെല്ലുവിളിച്ചാണല്ലോ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അപായപ്പെടുത്തുവാനോ? അതെ, സംസ്ഥാനത്തെ പ്രതിഷേധമായാലും അദ്ദേഹത്തെ ആക്രമിക്കാനോ അപായപ്പെടുത്തുവാനോ SFI ഒരു തരത്തിലും തീരുമാനിച്ചിരുന്നില്ല. അപ്പോൾ KSU കരിങ്കൊടി കാണിക്കുമ്പോൾ അപായപ്പെടുത്താനും ആത്മഹത്യാ ശ്രമമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് ഏത് രൂപത്തിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ടല്ലോ, അല്ല ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് മുട്ടയുടെ ഷേപ്പും അതുപോലെ തന്നെ മുളകുപൊടി നിറച്ച മുട്ടയും ഗോലിയും എല്ലാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. ഇത് ഏത് സമരത്തിലാണ് മുളകുപൊടി നിറച്ച മുട്ടയും ഗോലിയും? ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ നടത്തിയ സമരത്തിൽ എന്തായിരുന്നു? ഇല്ല, ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണാതിരിക്കുക. വിഷ്വൽ ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ കാലിന് പരിക്കേറ്റ KSU പ്രവർത്തകനെയും കാലിന് പരിക്കേറ്റ KSU പ്രവർത്തകയെയും തലയ്ക്ക് പരിക്കേറ്റ KSU പ്രവർത്തനെയും കൂടി കാണുന്നുണ്ട്. രണ്ടും കൂടി ചേർത്ത് പറയൂ അരുൺ. അല്ല, കാണുന്നുണ്ടല്ലോ. ഇന്നലെ ഇപ്പൊ വനിതാ പ്രവർത്തക പറഞ്ഞു പുരുഷ പോലീസ് ഡ്രസ്സ് വലിച്ചു കീറി. KPCCയുടെ പ്രസിഡന്റ് വലിയ ഒച്ചത്തിൽ പറഞ്ഞു ആ പുരുഷ പോലീസിനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം. ചോദിച്ചില്ലല്ലോ. അവർ പറയട്ടെ, അവരുടെ ആരോപണമാണ്. ആരോപണം നമ്മൾ ഏറ്റെടുക്കില്ലല്ലോ. ദൃശ്യങ്ങൾ സാക്ഷിയാണല്ലോ. ദൃശ്യങ്ങൾ എന്തായിരുന്നു? വനിതാ പോലീസാണ് ചെയ്യുന്നത്. വനിതാ പോലീസ് ആയാലും വസ്ത്രം വലിച്ചു കയറണമെന്നൊന്നുമില്ലല്ലോ. അതെ, ഇല്ല അതൊക്കെ ബൽപ്പിടുത്തത്തിന്റെ ഭാഗമായി യുദ്ധം ശരിക്കും സമരമുഖത്ത് പലതും സംഭവിക്കും. നമ്മളൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി ആത്മഹത്യാ ശ്രമമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കും അരുൺ? അതെങ്ങനെയാ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഈ അരാഷ്ട്രീയവാദം നിങ്ങൾക്ക് ജനാധിപത്യം? അല്ല, നിങ്ങൾ അതിനെ അങ്ങനെ കാണണ്ട. കാലിക്കറ്റ് സർവകലാശാലയിൽ ഞങ്ങൾ നടത്തിയ സമരവും തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തിയ സമരവും അത് ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് ദൂരവ്യാപകമായിട്ടുള്ള ഫലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എവിടെ നിന്നാണ് ഈ ചാൻസലർക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പത്രക്കാരടക്കം ചോദിച്ചല്ലോ, നിങ്ങളടക്കം ചോദിച്ചല്ലോ. എന്തായിരുന്നു മറുപടി? ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നാ മറുപടി പറഞ്ഞത്. അപ്പൊ പിന്നെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയും? ആ പ്രതിഷേധം ശക്തമായി തുടരും. അത് ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെയായിരിക്കും. ഞാൻ ചോദിക്കുന്നത് രണ്ട് സമരങ്ങളെ രണ്ടായി കാണുന്നത് എങ്ങനെയാണ്? സമര രീതികളെ രണ്ടായി കാണുന്നത് എങ്ങനെയാണ്? ഒരിടത്ത് സമരം ചെയ്യുമ്പോൾ അത് ശരിയും മറ്റിടത്ത് അത് വലിയ പാതകമാവുന്ന എങ്ങനെയാണ്? ഇങ്ങനെയൊരു വാദം എങ്ങനെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഉന്നയിക്കാനാവുക എന്നുള്ള സംശയമാണ് വരുന്നത്. മുഖ്യമന്ത്രിയും സമരങ്ങളിലൂടെ വന്ന നായകനാണല്ലോ. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന വാദം, ആ വാക്ക് ഇന്നും ആവർത്തിക്കുകയും അത് തുടരണമെന്ന് പറയുകയും ചെയ്യുകയാണ്. ഗൺമാന് ഇല്ലാത്ത അധികാരമുണ്ടെന്ന് വ്യാഖ്യാനിക്കുകയാണ്. ആ ഗൺമാനെതിരെ ഇപ്പോൾ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോടതിയിലേക്ക് പോവുകയാണ്. അവിടെ പോയാൽ ഗൺമാന്റെ അധികാരം എന്താണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉത്തരവ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. കാരണം പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട്. ഗൺമാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നിയമലംഘനമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അരുൺ കഴിഞ്ഞ ചർച്ചയിലും പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗൺമാൻ അങ്ങനെ നേരിട്ട് കയറി ആക്രമിക്കാൻ എന്ത് അധികാരമാണുള്ളത് അരുൺ? ഗവൺമെന്റ് ചുമതല എന്ന് പറഞ്ഞാൽ അംഗരക്ഷകനാണല്ലോ. കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി, അദ്ദേഹം പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടാകണം. ഒപ്പമായിരുന്നില്ല, വേറൊരു വാഹനത്തിലായിരുന്നു. ചാടിക്കേറി അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യാൻ ഒരു അധികാരവും ഗൺമാൻ ഇല്ല. താങ്കൾ ബ്ലൂ ബുക്കോ യെല്ലോ ബുക്കോ എന്താണെന്ന് വെച്ചാൽ പരിശോധിക്കൂ. അല്ല, അന്ന് തന്നെ അല്ല, ഞാൻ ആവശ്യത്തിന് പരിശോധിച്ച് ബുക്കുള്ള ഓഫീസിൽ തന്നെയാ ഇരിക്കുന്നത്. ഏതെങ്കിലും പ്രോട്ടോകോൾ അല്ല, അതെ, സ്മൃതിയാണല്ലോ ചർച്ചയിൽ ആ പോയിന്റ്. അതെ, ഞാൻ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. 4 ദിവസമായി ചർച്ച നയിച്ചിട്ടും നിങ്ങള്, അതെ ഞാൻ പറയട്ടെ, 4 ദിവസമായി ചർച്ച നയിച്ചിട്ടും നിങ്ങളുടെ എഡിറ്റേഴ്സ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടും അങ്ങക്ക് നിയമലംഘനം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് വകുപ്പാണ് CRPCയുടെ പവർ മാത്രമാണ്. CRPC പവർ മാത്രമാണ് ഈ ഗൺമാൻ ഉള്ളത് അരുൺ. CRPC പവർ മാത്രമാണ് ഈ ഗൺമാൻ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ആർക്കാണ്? SPGക്കാണ്. ഇപ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ അവർക്ക് പോലും അധികാരമില്ല. പ്രൊട്ടക്ട് ചെയ്യുക മാത്രമാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ദൃശ്യങ്ങളല്ലേ നമ്മൾ കണ്ടത്? അല്ലേ? 2 തവണയും ഒരു ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിക്കുന്നതും കണ്ടു. KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞ വാചകവും അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാവും. KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞ വാചകവും അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഗൺമാന് തോക്ക് കൊടുത്തത് കാക്കയെ വെടിവെക്കാനല്ലെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റാണ് കേരളം ഭരിക്കുന്നത്. നാൽപ്പാടി മാസുവിനെ വെടിവെച്ച് കൊന്ന കേസിൽ അദ്ദേഹം ഞാൻ ഇപ്പോൾ നടന്ന കാര്യമാണ് ചോദിക്കുന്നത്. KPCC പ്രസിഡന്റ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്.
KPCC പ്രസിഡന്റ് പറഞ്ഞതിനെ സംരക്ഷിക്കാനല്ലല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിനോടാണ് ചോദിക്കുന്നത് അരുൺ. KPCC പ്രസിഡന്റ് പറയുന്ന ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വിഡിത്തം പറഞ്ഞിരുന്നല്ലോ, അത് പിന്നീട് മാറ്റി പറഞ്ഞല്ലോ, അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗൺമാൻ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയമലംഘനത്തെ അത് ശരിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഓരോ വാർത്താ സമ്മേളനത്തിലും. എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ്? ഇവിടെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിന് ആരും എതിരല്ല. എത്ര വേണമെങ്കിലും പ്രതിഷേധിച്ചോട്ടെ, ധർണയോ പ്രകടനമോ അതുപോലെ കരിങ്കൊടി കാണിക്കലോ ഒക്കെ നടന്നോട്ടെ. പക്ഷെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി അപകടമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ വന്നാൽ പോലീസ് ഇടപെടും, ഗവൺമാൻമാർ ഇടപെടും, ആ സുരക്ഷാ സേന കോടതിയിൽ പൊക്കോട്ടെ. Debate with Smriti Parithikad.